എൻ്റെ പേര് ആസിയ. ഞാൻ കല്ലൂർ ഗ്രാമീണ ബാങ്കിൻ്റെ BC ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. എൻ്റെ ഏജൻ്റായിട്ട് വരുന്നത് 20170015. കുടുംബശ്രീ വഴിയാണ് ഞാൻ ഈ BCയുടെ ജോലിനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിലവിലുള്ള ഏണിങ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ കമ്മീഷൻ നമുക്ക് ഈ BC ജോലി കൊണ്ട് കിട്ടുമെന്ന് അറിഞ്ഞു. ആ ഒരു താല്പര്യപ്രകാരം അതിനോടൊപ്പം തന്നെ എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാൻ കുറച്ചുകൂടെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ ഒരു BC എന്ന ജോലിയിലേക്ക് ഞാൻ എത്തിയത്. ഒരു മാസം ഞാൻ 2 വില്ലേജുകളിലായിട്ട് 1700 കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് വിഡ്രോവൽസ്, PMEGP, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ നമ്മൾ ബാങ്കിൽ പോയി ചെയ്യുന്നതും ആ സർവീസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. വില്ലേജുകളിലായിട്ട് 17 വാർഡുകളിലെ കസ്റ്റമർ വർക്കുകളാണ് നമ്മൾ ഈ BC സെന്ററിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് ടൈമിന് മുന്നേ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഞാൻ പുറത്ത് വില്ലേജുകളിലും അതായത് വയ്യാതെ കിടക്കുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ബാങ്കിലേക്ക് വരാൻ പറ്റാത്ത അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഞാൻ ഈ സർവീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. 10 മണിക്ക് ശേഷമാണ് 10 മണി മുതലാണ് പിന്നെ നമ്മൾ ബാങ്കിന്റെ വർക്കിലേക്ക് ഞാൻ ഈ ഷോപ്പിലേക്ക് വരുന്നത്. 10 മണി മുതൽ 4 മണി വരെ നമ്മൾ ഈ BC സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് പോയതിനു ശേഷം ചിലപ്പോൾ വീടിന്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ പ്രായമായവർ വരാൻ പറ്റാത്തവരുണ്ടാവല്ലോ, അവരുടെ അടുത്തും ഞാൻ പോയിട്ട് ക്യാഷ് വിഡ്രോവൽസ് ചെയ്യാറുണ്ട്. അധികം എന്റെ കസ്റ്റമറായിട്ട് വരുന്നത് പ്രായമായ ആളുകളാണ്. അവർക്ക് ബാങ്കിൽ കയറാൻ പറ്റാത്ത പക്ഷം അവർക്ക് ഇവിടെ വന്ന് എടുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് കൂടുതലും അവരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീകളുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർ വരുന്നുണ്ട്. അത്രയും ആളുകൾ. നമ്പർ 1 BC ആയാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു മാസത്തിൽ 42,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട് ഈ ഒരു BC വർക്ക് ഏർപ്പെട്ടതിൽ. ഈ നമ്പർ 1 BC ആയാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നിലവിൽ ഞാൻ വാങ്ങുന്ന ഏണിങ്സിനെക്കാട്ടിലും എക്സ്ട്രാ ഒരു ഇൻകായിട്ട് BC. നിലവിൽ ഞാനൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തുണി ഷോപ്പും അതുപോലെ തന്നെ തയ്യൽ കടയും കൂടിയാണ്. 3 സ്റ്റാഫുകളുണ്ട്. എങ്കിലും എൻ്റെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോൾ BC ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഹാപ്പിയാണ്. ഞാൻ BC ആയതിനു ശേഷം നമ്മളെ ആളുകൾക്കൊക്കെ, അതായത് ഇപ്പം എൻ്റെ അയൽവാസികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വയ്യാതെ കിടക്കുന്ന രോഗികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ പൈസ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിലേക്ക് കയറാൻ ഈ പ്രായമായ ആളുകൾക്കൊന്നും ബാങ്കിൽ കയറാൻ സാധിക്കില്ല. കാലുവേദന, കൈവേദന, മുട്ടുവേദന. അവർ കൂടുതലായിട്ടും വന്ന് എന്നോട് പറയലതാണ്, മോളെ സന്തോഷമായി, സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണ്ടല്ലോ, കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, മോൾ ഇവിടെ ഈ ഷോപ്പിൽ ഇരുന്നത് ഞങ്ങൾക്ക് എത്രയോ നല്ലൊരു സഹായമാണ് മോള് ചെയ്യുന്നത്. 8 മാസം ഞാൻ ബാങ്കിൽ ഇരുന്നിരുന്നു. അവിടെ ഇരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹാപ്പി ഞാനിപ്പോ താഴെ വന്ന് ഈ ഷോപ്പ് ഇട്ടേരെയാണ്. ഇവിടെ BC സെന്റർ തുടങ്ങിയവരാണ് അവർ ഹാപ്പി. അതുപോലെ തന്നെ വണ്ടിയിൽ ആളുകൾ വന്ന് രോഗികൾ വരാറുണ്ട്. അപ്പൊ ഞാൻ മെഷീൻ എടുത്ത് അവരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും. ഡെപ്പോസിറ്റ് ആണെങ്കിലും അവിടുന്ന് ചെയ്തു കൊടുക്കും, വിഡ്രോവൽ ആണെങ്കിലും അവിടുന്ന് ചെയ്തു കൊടുക്കും. അപ്പം മൊത്തത്തിൽ ആളുകൾ വളരെ ഹാപ്പിയാണ്. 1 വർഷമായി ഞാൻ BC ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു പ്രത്യേകിച്ച് ഒരു അംഗീകാരമോ അവാർഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു നാളത് എനിക്ക് കിട്ടുമെന്നറിയാം. കാരണം ഒരു എന്താ പറയാ, എനിക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കമ്മീഷൻ ഈ ഒരു BC എന്ന കാരണം എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇന്നല്ലെങ്കിലും നാളെ എനിക്കൊരു അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. അവാർഡിനെക്കാട്ടിലുപരി എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഒരു ജോലി ചെയ്യുന്നതിൽ. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നമ്പർ 1 BC ആണ് ഇപ്പോൾ ഞാൻ. ഇന്റഗ്ര എന്ന കമ്പനിയിലൂടെ നിങ്ങൾക്കും BC ആയിട്ട് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഞാനാണ് നമ്പർ 1 BC. ഇനി നിങ്ങളാവാം ആ നമ്പർ 1 BC. എൻ്റെ പേര് അബിത്. ഞാൻ കല്ലൂർ കേരള ഗ്രാമീൺ ബാങ്കിലെ മാനേജറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ബ്രാഞ്ചിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം, ഇതുപോലെ ഒരു ലേഡി ഇവിടെ വന്നിട്ട് ഇങ്ങനെ BCന്റെ ജോലി ചെയ്യുന്ന രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് ആളിനെ അപ്പോയിന്റ് ചെയ്തത്. അത് 2024 നവംബർ മുതൽ നമ്മുടെ ആശ ഈ ബാങ്കിന്റെ ഭാഗമായിട്ടുണ്ട്. അവർക്ക് അതിനുശേഷം ബാങ്കിൽ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ബാങ്കിൽ വന്നതിന് ശേഷം ഇവിടെ കൂടുതലുള്ള ആൾക്കാർ നമ്മുടെ ബാങ്കിൽ നിന്ന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേറെ മറ്റു പല ഈ BCന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കാനും വിഡ്രോ ചെയ്യാനും ഇടപാട് നടത്താനും തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലൊരു ആശ്വാസമാണ് ബാങ്കിന് തന്നത്. പോരാത്തതിന് അവർക്ക് അതിനൊരു ഏണിങ്സ് ഉണ്ടായി. ഒരു മാസം
20,000-ൽ കുറയാത്ത ഒരു സംഖ്യ അവർ അവരുടെ ജോലി ചെയ്ത്, അതായത് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ചെറിയ ഇടപാടുകൾ നടത്തിക്കൊണ്ട് തന്നെ അവർക്കൊരു മാസം ഏൺ ചെയ്യാൻ പറ്റി. അവർക്കും അതൊരു നല്ലൊരു ഉപയോഗമായിരുന്നു. ഞാൻ ഇതുപോലുള്ള സംരംഭത്തിലേക്ക് എല്ലാവരെയും വരാൻ ശ്രമിക്കണം. ഓക്കെ.